ചോദിക്കുകയാണ് ശ്രീ സേനാപതി വേണു, നിങ്ങളാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. ആം ആദ്മി പാർട്ടിക്കും അതുപോലെ തന്നെ അരവിന്ദ് കേജ്രിവാളിനുമെതിരെ ആദ്യം രംഗത്തെത്തിയത് BJPക്കൊപ്പം കോൺഗ്രസുമാണ്. അപ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് കൈ കഴുകാൻ പറ്റുകയില്ല. അവിടെ മദ്യനയത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, മദ്യ കുംഭകോണം നടന്നിട്ടില്ല എന്നാണ് ഇപ്പോഴും ആം ആദ്മി പാർട്ടി വാദിക്കുന്നത്. അതിലിപ്പോൾ അരവിന്ദ് കേജ്രിവാളിനെ കുടുക്കുന്നതിന് വേണ്ടി ശരത് ചന്ദ്ര റെഡ്ഡിയെ കൊണ്ടുവന്നത് വരെയുള്ള കാര്യങ്ങൾ ED ഉണ്ടാക്കിയതാണ്, അത് BJPക്ക് വേണ്ടിയാണെന്നാണ്. പക്ഷെ നിങ്ങൾ അതിൽ ഭാഗഭാക്കായി. കാരണം അരവിന്ദ് കേജ്രിവാളിനെതിരെ നിങ്ങളാണ് ആദ്യ ആരോപണം ഉന്നയിച്ചത്. മഞ്ജുഷേ, ചോദ്യം എന്നോടാണോ? അതെ മഞ്ജുഷേ, ഇതിന്റെ അകത്തൊരു കാലത്തിന്റെ കാവ്യനീതി കൂടിയുണ്ട്. അത് ഞാൻ എന്റെ സ്നേഹിതൻ ശ്രീ വിനോദ് മാത്യു വിൽസനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് 2012-13 കാലഘട്ടത്തിൽ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി അണ്ണാ ഹസാരെ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് വലിയ ഷെഡൊക്കെ അടിച്ചു കെട്ടി അതിനകത്ത് കൂളറും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വെച്ച് ലോക്പാൽ ഇപ്പോൾ നടപ്പിലാക്കിയില്ല എങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചത്തുകളയും എന്നുള്ള രീതിയിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ സമരം. ആ സമരത്തെ പിന്തുണച്ചുകൊണ്ടാണ് BJPയുടെ ഏജന്റന്മാർ എന്ന നിലയിലൊക്കെ അന്ന് അരവിന്ദ് കേജ്രിവാള്, അതുപോലെ തന്നെ നമ്മുടെ പ്രശാന്ത് ഭൂഷൺ, കിരൺ ബേദി ഇവരെല്ലാം രംഗത്ത് വരുന്നത്. അപ്പൊ ഇവര് മൂവ്മെന്റ് അഗൈൻസ്റ്റ് കറപ്ഷൻ അതായിരുന്നല്ലോ ഇവരുടെ ഒരു എന്താ പറയുക ജനങ്ങളോടുള്ള പ്രഖ്യാപനം. അതിൽ കൗതുകരമായ ഒരു കാര്യം, ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ എന്താ പറഞ്ഞ ഇതുപോലെ സംശുദ്ധമായ പൊതുപ്രവർത്തന രംഗത്ത് പ്രതിച്ഛായുള്ള ഒരാളെ അദ്ദേഹത്തിനൊക്കെ നേരെയും ആ ഗവൺമെന്റിനെതിരെയും എത്രയോ വലിയ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. അപ്പോ ആ ഘട്ടത്തിൽ ഇവർക്ക് വീണ് കിട്ടിയ മറ്റൊരു അവസരമായിരുന്നു നിർഭയയുടെ ക്രൂരമായ കൊലപാതകവും. അപ്പൊ ഇതിനെയൊക്കെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് 15 കൊല്ലക്കാലം ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് ഷീലാ ദീക്ഷിതിനെ പുറത്താക്കുന്നതിനും കോൺഗ്രസ് രാജ്യത്ത് മുഴുവൻ അഴിമതി നടത്തുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടത്തി ആ ഗ്യാപ്പിലാണ് ഇവരുടെ പാർട്ടി അധികാരത്തിൽ വന്നത്. ഇപ്പോ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി വന്നിരുന്ന ആളുകളൊക്കെ ഇപ്പൊ അവരുടെ മേൽ അഴിമതി ആരോപണങ്ങൾ വരുന്നു എന്നുള്ളത് അത് അത്യന്തം എന്താ പറഞ്ഞ അതിന് ഖേദകരമായ ഒരു കാര്യമാണ്. കാരണം അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ ആപ്പിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരട്ടത്താപ്പ് നിലപാടെടുക്കുന്നു എന്നുള്ള ആരോപണവും വരും. ഞങ്ങളുടെ മഞ്ജുഷേ അല്ല, ഞാൻ ഒരു മിനിറ്റ് ഞാൻ വഴങ്ങിത്തരാം. താങ്ക് യു സോ മച്ച് സർ. ഞങ്ങൾ അഴിമതി ആരോപണം ഞങ്ങളുടെ മേലിൽ വന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ സർ. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങ് വായിച്ചോ? 2G സ്പെക്ട്രം കേസ് വീണ്ടും പൊക്കിയെടുക്കാൻ പോവാ. 2G സ്പെക്ട്രം കേസ് അത് ആവിയായപ്പോ കേസാണ്, അതായത് ഇല്ലാത്ത കേസാണ്. അന്ന് ഞാൻ ആം ആദ്മി പാർട്ടിയിലില്ല, പക്ഷെ രാഷ്ട്രീയപരമായി ചിന്തിക്കുകയും സമൂഹത്തിൽ ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യം എനിക്കന്ന് മനസ്സിലായതാണ്. കള്ളക്കേസായിരുന്നു. സർക്കാരിനെ അധികാരത്തിൽ പുറത്താക്കാൻ കൊണ്ടുവന്ന കള്ളക്കേസ്. ഞങ്ങൾ അന്നും ഇന്നും ആം ആദ്മിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഞാൻ ഇന്നും പറയുന്നു, ആ കേസ് അന്ന് അഴിമതി ആരോപണം കൊണ്ടുവന്നപ്പോ മൻമോഹൻ സിംഗും ചിദംബരവും കേസ് കള്ളത്തരത്തിൽ പൈസ ഉണ്ടാക്കിയെന്ന് ആം ആദ്മിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഇന്നും പറയുന്നില്ല, അന്നത്തെ സാഹചര്യത്തിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കള്ളക്കേസായിരുന്നു. ആ കേസിൽ അഗ്നിശുദ്ധി വരുത്താൻ സാധിച്ചു. കള്ളക്കേസ് സുപ്രീം കോടതി പറഞ്ഞില്ലേ? ഞങ്ങൾ അങ്ങനെയാണ് സർ, ഞങ്ങൾ അങ്ങനെയാണ്. ഇന്ന് പക്ഷെ വീണ്ടും BJP നിങ്ങളെ വേട്ടയാടാൻ ആ കേസ് പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. അഴിമതി ആരോപണം വരുമ്പോ അഴിമതിക്കാരാണെന്ന് പറയരുത് സർ. താങ്ക് യു. അല്ല, അന്നും അഴിമതി ആരോപണമായിരുന്നുവല്ലോ എല്ലാവർക്കും എതിരെ. അന്ന് ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ വന്ന സമയത്തും അഴിമതി ആരോപണമായിരുന്നു കൂടുതലും, അല്ലെ ശ്രീ സേനാപതി? അഴിമതി ആരോപണമായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. 2G സ്പെക്ട്രം 1,76,000 കോടി. നമ്മൾ അതിന്റെ പൂജ്യം വിട്ട് പോയി കഴിഞ്ഞാൽ എവിടെ വരെ എത്തുമെന്ന് അന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 1,76,000 കോടി. അന്നത്തെ പഴയ നമ്മുടെ എന്താ പറഞ്ഞ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കേരള കേഡറിലുള്ള ആളാണല്ലോ ശ്രീ വിനോദ് റായി ഒക്കെ അന്ന് കൊടുത്ത റിപ്പോർട്ടുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് തലയിറങ്ങി പോകുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഒരു കാലത്തിന്റെ കാവ്യനീതിയുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ജനനം എന്ന് പറയുന്നത് കോൺഗ്രസിന് നേരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ പാർട്ടി ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മഞ്ജുഷ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, ഇപ്പോൾ ഈ കേസ് ഈ 22-ാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ നടപടി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. ആ രാഷ്ട്രീയ പ്രേരിതം മറ്റൊന്നുമല്ല. പാകിസ്ഥാനിൽ ഈ അടുത്ത കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട ഒരാള് അല്ലെങ്കിൽ ജയിക്കാൻ അർഹതപ്പെട്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ തെഹരി ഇൻസാഫ് എന്ന് പറയുന്ന ഇമ്രാൻഖാന്റെ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് ചിഹ്നം കൊടുക്കുന്ന അവർക്ക് മത്സരിക്കാൻ കഴിയുന്നില്ല, പാർട്ടിക്ക് അംഗീകാരം കൊടുക്കുന്നില്ല. ഏതാണ്ട് അതിന് സമാനമായ ഒരു സ്ഥിതിവിശേഷമല്ലേ ഇവിടെ.
ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് രാജ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് 5 ദിവസമോ 6 ദിവസമോ കഴിയുമ്പോഴേക്കും രാജ്യത്തെ മുഖ്യ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്, അപ്പൊ ഇപ്പം എന്റെ സ്നേഹിതൻ ഇവിടെ മിഥുൻ ചൂണ്ടിക്കാണിച്ചത്, മിഥുനെ ഇതിനകത്തൊക്കെ രാഷ്ട്രീയമില്ല എന്ന് മിഥുനെ പോലുള്ള ആളുകൾ ചാനൽ ചർച്ചയിൽ ഇതൊക്കെ നിയമത്തിന്റെ പ്രക്രിയയാണ് അല്ലെങ്കിൽ കോടതിയുടെ നടപടികളാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ചാനൽ ചർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാം. പക്ഷെ അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ സംഭവവികാസങ്ങൾ. ഞാൻ അങ്ങയോട് വിനീതമായിട്ട് ചോദിക്കുന്നു, ആദർശ് ഫ്ലാറ്റ് കുംഭകോണം അത് ബോംബെ, സൗത്ത് ബോംബെയിൽ കൊളാബ എന്ന് പറയുന്ന സ്ഥലത്ത് നേവി നഗറിൽ ഉണ്ടായതാണ്. ഞാനൊരു മുൻ സൈനികനായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വളരെ അടുത്ത സംഭവത്തെ കുറിച്ച് അറിയാം. 99 കാർഗിലിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ വിധവകൾക്ക് വേണ്ടി ഫ്ളാറ്റ് പണിയുന്നതിന് വേണ്ടിയാണ്. അതിന്റെ അകത്തുനിന്ന് കുറെ ഫ്ളാറ്റ് അടിച്ചെടുത്തു എന്നാണ് ആരോപണമാണ്, എനിക്കറിയില്ല അതിന്റെ യാഥാർത്ഥ്യം. ഏതായാലും ആരോപണം നിലനിൽക്കുന്നു. ആ കേസിൽ എന്തുകൊണ്ട് ഇപ്പോ ഈ പറയുന്ന നമ്മുടെ അശോക് ചൗഹാൻ BJP-യിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ ആ കേസിനെ കുറിച്ച് ഒരു അന്വേഷണവും ഇല്ലല്ലോ. അപ്പൊ നിങ്ങളിത് വെറുതെ പറയുന്നതാണോ? ഈ അഴിമതിക്കെതിരെയുള്ള നിങ്ങളുടെ പോരാട്ടം അല്ലെങ്കിൽ ഗവൺമെന്റും ED-യും നടപടി എന്ന് പറയുമ്പോൾ. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അജിത് പവാറിന്റെ കാര്യമാണ്. ബാരാമതി എന്ന് പറയുന്ന ആണല്ലോ ഇവരുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അവിടുത്തെ പഞ്ചസാര മില്ലുകൾ കർഷകർക്ക് അർഹതപ്പെട്ട പണം കൊടുക്കാതെ അവരെ കബളിപ്പിച്ചുകൊണ്ട് കോടാനുകോടികൾ, ആ കോടികളുടെ കണക്കൊക്കെ ഭയാനകമായ കണക്കാണ്, അതിൽപ്പെട്ടയാളാണ് അജിത് പവാർ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ BJP ഒക്കെ പറയുന്നത്. അദ്ദേഹം BJP-യിൽ ചേർന്നു, കേസ് ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷം. അപ്പോ ഇത് വളരെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള നടപടിയാണ്. പ്രതിപക്ഷം രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല, അവരുടെ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യുക. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കും. എന്താ കാര്യം? 99-ൽ സീതാറാം കേസരി AICC പ്രസിഡന്റ് ആയിരുന്നപ്പോ അന്ന് കണക്ക് കൊടുത്തില്ല. 2019-ൽ അന്നത്തെ AICC ട്രഷറർ കണക്ക് കൊടുത്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ കണക്ക് BJP-ക്ക് ബാധകമല്ലേ? ഇവരെവിടെയാ കണക്ക് കൊടുത്തത്? ഇവരെവിടെയാ